കൗരവർ ഭീഷ്മരെ സർവ്വസൈന്യാധിപനാക്കി എന്ന് കേട്ട് യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരോടും ശ്രീകൃഷ്ണനോടും ഇപ്രകാരം പറഞ്ഞു: പിതാമഹനുമായിട്ടാണ് ആദ്യ യുദ്ധം ഉണ്ടാകുവാൻ പോകുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ എല്ലാ മുൻകരുതലും എടുക്കണം. സൈന്യങ്ങളെയെല്ലാം എല്ലാ തരത്തിലും സജ്ജമാക്കണം. ഇനി നമ്മുടെ സൈന്യത്തിന് പടനായകരെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. യുധിഷ്ഠിരൻ്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു: ഇനി നമ്മുടെ സേനാപതികളെ നിശ്ചയിക്കാം. ദ്രുപദൻ, സാത്യകി, വിരാടൻ, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, മാഗധനായ സഹദേവൻ ഇവരൊക്കെ നല്ല യോദ്ധാക്കളും ശത്രുസംഹാരത്തിന് കഴിവുള്ളവരുമാണ്. ഇത് കേട്ട് യുധിഷ്ഠിരൻ അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി സേനാപതിമാരായി അഭിഷേകം ചെയ്തു. ദൃഷ്ടദ്യുമ്നനെ സർവ്വസൈന്യാധിപനാക്കി. എല്ലാവർക്കും നായകനായി വില്ലാളി വീരനായ അർജുനനും സാരഥിയായി ശ്രീകൃഷ്ണനും. അങ്ങനെ തീരുമാനിക്കപ്പെട്ടു. മഹാഭാരത യുദ്ധം അങ്ങനെ അനിവാര്യമായി തീർന്നിരിക്കുന്നു. നടക്കുവാൻ പോകുന്ന ആ മഹായുദ്ധത്തിൽ അണിചേരുവാൻ യോദ്ധാക്കളെല്ലാം മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു.